ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഈസി റെസിപ്പി ഉണ്ട് നോക്കാം. ചോറിലേക്ക് സെർവ് ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ, അതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. 2 സവോള നീളത്തിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് കറികളൊന്നും ഇല്ലാത്ത ദിവസം ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ചോറിന് ഇത് മാത്രം മതിയാവും. സവോള നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്ന അത്രയും സമയം വഴറ്റിയെടുക്കണം. പലർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. എന്നാലും ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നന്നായി വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് മാറും. എന്നിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന അത്രയും സമയം കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ സവോള വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നു, അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള കുരുമുളക് പൊടി ആയത് കാരണം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഡിഷിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നല്ല പോലെ പൊടികളൊക്കെ വഴറ്റിയെടുത്ത് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളപ്പിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 5 മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉടച്ച് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് സമയം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം കുറച്ച് സ്പീഡിൽ തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ മുട്ടയൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുന്ന പോലെ ആക്കിയെടുക്കണം കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കണം. മുട്ടയൊക്കെ നന്നായിട്ട് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളകിൻ്റെ ടേസ്റ്റിലുള്ള മുട്ട ചിക്കി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മുമ്പ് ഇതുപോലെ മുട്ട ചിക്കി പൊരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. താങ്ക്